നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് കേസ്. പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പിനൊരുങ്ങുകയാണ് പോലീസ്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതിയുമായി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് പദ്ധതി. പോത്തുണ്ടിയിൽ നടന്ന കുറ്റകൃത്യം പുനരാവിഷ്കരിക്കും. നാട്ടുകാർ രോഷാകുലരാകുന്നത് മുൻകൂട്ടി കണ്ട കനത്ത സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തും. പ്രതിയുടെ രഹസ്യ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. പ്രോസിക്യൂട്ടറുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനം. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന പ്രതി പലപ്പോഴും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൻ കുറ്റം ചെയ്തുവെന്ന് സമ്മതിക്കുകയും തന്നെ 100 വർഷം ജയിലിലിടാനും മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. അതിനിടെ ചെന്താമരയെ പിടികൂടിയപ്പോൾ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തു. പൊതുമുതൽ നശിപ്പിച്ചതിന് PDPP ആക്ട് പ്രകാരമാണ് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത്. സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച ജനങ്ങൾ ഗേറ്റും മതിലും തകർത്തിരുന്നു. എന്നാൽ പ്രതിയെ തിരയുന്നതിന് ഉൾപ്പെടെ പോലീസിനെ സഹായിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്തതിലും പ്രതിഷേധം വ്യാപകമാണ്. മീഡിയ 1 പാലക്കാട്.